വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രയേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ. ആരുമില്ലാതേകനാകുമ്പോ മരണനിഴലിൻ ഭീതിയേറുമ്പോ അസ്ഥി സൈന്യമായി നിവർന്നീടും, മഹത്വം ദേശത്തിൽ വിളങ്ങിടും. പരിശുദ്ധ റൂഹ പരിശുദ്ധ റൂഹ പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ, പാപനുകത്തിൻ തോൽവിയേറ്റ നാൾ, നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. അബപിതാവേ പരിശുദ്ധ റൂഹ ഹല്ലേലൂയ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം തിരഞ്ഞെടുത്ത നിങ്ങളെ ഒന്നിനും കൊള്ളില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ നിങ്ങളുടെ ആ സ്ഥാനത്ത് ദൈവം വേറെ ആരെയും നിർത്തത്തില്ല, നിങ്ങളെ തന്നെ നിർത്തത്തുള്ളൂ. അതിനുള്ള അഭിഷേകവും ശക്തിയും നമ്മുടെ മേൽ അയക്കും. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ പറയാണ്. അങ്ങനെ ഇശ്ശായി 7 പുത്രന്മാരെ ശമൂവേലിൻ്റെ മുമ്പിൽ വരുത്തി. എന്നാൽ ശമൂവേൽ ഇശ്ശായിയോട്, യഹോവ ഇവരെ തിരഞ്ഞെടുത്തില്ല എന്ന് പറഞ്ഞു. തൻ്റെ 7 പുത്രന്മാരെ കൊണ്ട് നിർത്തിയിട്ടും അവിടെ തിരഞ്ഞെടുത്തില്ല, ഇവരെ ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല, ഈ രാജ വേലയ്ക്ക് വേണ്ടി അഭിഷേകം ചെയ്യാൻ ഇവരെ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറയുകയാണ്. നിന്റെ പുത്രന്മാരെല്ലാവരുമായോ എന്ന് ശമൂവേൽ ചോദിച്ചതിന് അവൻ, ഇനിയും ഉള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുകയാകുന്നു എന്ന് പറഞ്ഞു. അപ്പം ഉപേക്ഷിക്കപ്പെട്ട ഒരാളാണ്. ഈ സഹോദരന്മാർ 7 പേരുടെ കൂട്ടത്തിലും ഈ ഒരു രാജസ്ഥാനത്തേക്ക് വരാൻ അഭിഷേകം പ്രാപിക്കത്തക്കോണം ഈ 7 പേരുടെ കൂട്ടത്തിൽ 8-ാമനായ ദാവീദിനെ നിർത്താൻ കഴിയാതെ വണ്ണം അവനെ ഉപേക്ഷിച്ച ആളാണ്, തള്ളിക്കളഞ്ഞിരിക്കുക. വാസ്തവമായിട്ട് അവനൊരു ആടിനെ തീറ്റി പാട്ടും പാടി അങ്ങനെ പോവുകയാണ്. അങ്ങനെ ആ സമയത്താണ് പറയാണ്, ശമൂവേൽ ചോദിച്ചപ്പം ഉള്ളതിൽ ഇളയ ഒരുത്തനുണ്ട്, ഇനിയും മക്കളും വല്ലതും ഉണ്ടെന്ന് ചോദിച്ചു. ഉണ്ട്, ഒരാളുണ്ട്, പക്ഷെ അവനിതിനൊന്നും കൊള്ളത്തില്ല, അവൻ ആടിനെ മേയ്ക്കാൻ പോയിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ശമൂവേൽ ഇശ്ശായിയോട് പറയാണ്, ആളയച്ച് അവനെ തന്നെ ഒന്ന് വരുത്തണം, അവൻ വന്നിട്ടല്ലാതെ നാം പന്തിയിൽ ഇരിക്കുകയില്ല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ആളയച്ച് അവനെ വരുത്തി. എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയുമായിരുന്നു. അപ്പോൾ യഹോവ പറയാണ്, നീ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെ ആകുന്നു എന്ന് കൽപ്പിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തെങ്കിൽ ആ പദ്ധതിയിൽ ദൈവം നിങ്ങളെ തന്നെ ഉപയോഗിക്കും. അതിനുള്ള അഭിഷേകം നമ്മുടെ മേൽ കർത്താവ് തന്നിട്ടുണ്ട്. ദൈവം നമ്മളെ അഭിഷേകം ചെയ്യും. ഒരു കാര്യം മറന്നു പോകരുത്, ദൈവം തിരഞ്ഞെടുത്ത് നിങ്ങൾ അപ്പോൾ ആ സ്ഥാനത്തായിരിക്കുന്നില്ല, ചിലപ്പോൾ മാറിയായിരിക്കും നിൽക്കുന്നത്. പക്ഷേ വാഗ്ദത്തത്തിൻ്റെ ചില സമയമാണിപ്പോൾ. അന്ത്യകാലത്ത് കർത്താവ് പറയാം, സകല ജഡത്തിൻ്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണിച്ച് ദൈവത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പ്രാപിച്ച് ഇറങ്ങിപ്പുറപ്പെടുന്നൊരു സമൂഹം.
ഇത് അന്ത്യകാലമാണ്. ഇത് വാഗ്ദത്തം, പരിശുദ്ധാത്മാവ് പകരപ്പെട്ടിരിക്കുന്ന സമയമാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുകയാണ്. നിങ്ങളുടെ ദൗത്യത്തിലേക്ക് ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങളെ കരം പിടിച്ചുയർത്താൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവർ എല്ലാവരുമായാലും ഉപേക്ഷിക്കപ്പെട്ടൊക്കെ ചില ജീവിത സാഹചര്യങ്ങളിൽ ഭാരത്തോടിരിക്കുക, മാറ്റി നിർത്തപ്പെട്ട ആളാണ്. പക്ഷേ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയാ, നിന്നെ കർത്താവ് തിരഞ്ഞെടുത്ത ആ ദൗത്യത്തിന് നിന്നെ തന്നെ ഉപയോഗിക്കത്തുള്ളൂ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇശായയുടെ 7 മക്കൾ വന്നിട്ടും ശമൂവേൽ പറഞ്ഞു, ഇവരാരും അല്ല, 8ാമതൊരാളുണ്ട്, പക്ഷെ ആടിനെ മേയ്ക്കാം, പക്ഷെ അവന് ഇതിനൊന്നും കഴിവുള്ള ആളല്ലെന്ന് പറഞ്ഞു. പക്ഷെ അവനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അവനെ വിളിച്ചുകൊണ്ട് വരാതെ ഞാൻ ഈ പന്തിയിൽ ഇരിക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ്, കർത്താവ് പറയുകയാണ്, ഇവനെയാണ് അഭിഷേകം ചെയ്യേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവൻ നിങ്ങളെ തള്ളിക്കളഞ്ഞാണെങ്കിലും കർത്താവ് പറയാൻ, നിങ്ങളെ കർത്താവ് അഭിഷേകം ചെയ്യുന്നു. നിങ്ങൾ യേശുവെ എന്ന് വിളിച്ചിട്ടുണ്ടോ? രക്ഷകനും കർത്താവും അംഗീകരിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മേലൊരു അഭിഷേകം വന്നിട്ടുണ്ട്. തകർന്നവരെ വിടുവിക്കാൻ ഒരു വലിയ അഭിഷേകം, സ്നേഹത്തിൻ്റെ സുവിശേഷം പറയാൻ നിങ്ങളുടെ മേൽ അഭിഷേകം പകർന്നിട്ടുണ്ട്. നിങ്ങളെ ദൈവം ഏൽപ്പിക്കുന്ന പദ്ധതികൾ, നിങ്ങളെ തിരഞ്ഞെടുത്തപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വേറെ ഒരാളിൽ കൂടെ ചെയ്യത്തില്ല. ദൈവം കറക്റ്റ് ആളിനെ ഫോക്കസ് ചെയ്യും. ഇവിടെ ദാവീദ് വരുന്നിടം വരെ കർത്താവ് വെയിറ്റ് ചെയ്തു. ദാവീദ് വന്നപ്പോൾ ശമൂവേലിനോട് പറഞ്ഞു, ഇവനെ അഭിഷേകം ചെയ്യുക, ഇവനെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുക, ഇവനെ ഈ ദൗത്യത്തിന് വേണ്ടി വേർതിരിക്കുക. യെസ്, അങ്ങനെ ദാവീദ് രാജാവായി മാറുന്നു. യെസ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വരുമ്പോൾ ദാവീദ് ഒരു രാജാവ്, അഭിഷിക്തനായിട്ട് അവൻ രാജസ്ഥാനത്തേക്ക് പിന്നെ ഉയർത്തപ്പെടുകയാണ്. യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിട്ടാണ് നിങ്ങൾക്ക് യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഞാനും നിങ്ങളും തിരിച്ചറിയണം. പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരങ്ങളാണ്. ഒരു അഭിഷേകം മാത്രമല്ല, അഭിഷിക്തൻ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് വന്ന് വാസം ചെയ്യുക. യെസ്, ദൗത്യത്തിനായി ഇറങ്ങി പുറപ്പെടാം, ശക്തിയോടെ പുറപ്പെടാം. നിങ്ങൾ ചെല്ലുന്നിടത്ത് രോഗികൾ സൗഖ്യമാവും. നിങ്ങൾ ചെല്ലുന്നിടത്ത് ഭവനങ്ങളിൽ സമാധാനം വ്യാപരിക്കാൻ തുടങ്ങും. നിങ്ങൾ ചെല്ലുന്നിടത്ത് അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. ഇത് വാഗ്ദത്തത്തിൻ്റെ സമയമാണ്. മാറി നിൽക്കരുത്. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവും അംഗീകരിക്കാൻ ദൈവം നിങ്ങൾക്കൊരു പദവി തന്നിരിക്കുകയാണ്. ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞവരുടെ നടുവിൽ കർത്താവ് ഈ ദിവസങ്ങളിൽ ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ദൗത്യത്തിനായി. നിങ്ങൾ വരുന്നിടം വരെ ആ വിഷയം കാത്തു നിൽക്കുകയാണ്. വിശ്വസിച്ചാട്ട്, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ് നിങ്ങളെയും എന്നെയും ഒരിക്കലും തള്ളിക്കളയത്തില്ല. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലരെ കർത്താവ് ചില ദൗത്യത്തിനായിട്ട് ഒരുക്കുകയാണ്. കർത്താവ് തിരഞ്ഞെടുത്ത പദ്ധതിയിലേക്ക് ചിലർ ഉയർത്തപ്പെടുകയാണ്. ഇവിടെ ദാവീദിനെ ഒരു രാജാവായി അതിനുള്ള അഭിഷേകം ചെയ്ത് അവനെ ഉയർത്തിയെങ്കിൽ നിങ്ങളെത്ര ബലഹീനരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ബലവാനായ കർത്താവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ലോകത്തെ ജയിച്ചവൻ നിങ്ങളുടെ അകത്തുണ്ട്. ഇത് വാഗ്ദത്തത്തിൻ്റെ സമയമാണ്. യാക്കോബിനെ ഇസ്രയേലാക്കി മാറ്റി ദൈവം. യാക്കോബിൻ എന്ന് പറഞ്ഞാൽ ചതിയെന്ന, നേരില്ലാത്തവൻ, എന്നാൽ അവനെ ജയിക്കുന്നവനായി നേരുള്ളവനാക്കി കർത്താവ് മാറ്റുകയാണ്. യാക്കോബ് അഭിഷേകം വന്നപ്പോൾ ഇസ്രായേലായി മാറിയെങ്കിൽ, ഇടയൻ രാജാവായി മാറിയെങ്കിൽ, നിങ്ങൾ യേശു എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മേൽ ഈ അഭിഷേകം വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ദിവസങ്ങളിൽ കർത്താവ് എഴുന്നേൽപ്പിക്കും. ശക്തിയോടെ കർത്താവിന് വേണ്ടി എഴുന്നേൽക്കും. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ. ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുത്തതിന് ആർ കുറ്റം വിധിക്കും? ദൈവം ഈ പ്രിയപ്പെട്ടവരെ തിരഞ്ഞെടുത്തതാണല്ലോ. ഒരു സ്ഥാനത്തേക്ക് കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ ഇപ്പോൾ അവർ മാറി നിൽക്കുകയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ അകത്ത് ആ തിരിച്ചറിവ് വരട്ടെ. ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ശക്തിയോടെ എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി നിൽക്കാൻ, കർത്താവിൻ്റെ സാക്ഷികളായി നിൽക്കാൻ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറഞ്ഞു നിൽക്കാൻ, ഭൂമിയുടെ അറ്റത്തോളം യാത്ര ചെയ്യാൻ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ.
ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ മേൽ വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ.